വെൽക്കം ടു റോഡിൻസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് ഇടാൻ പോകുന്ന വീഡിയോ ഒരു വാച്ചിനെ പറ്റിയാണ്. നോയ്സ് കളർ ഫിറ്റ് പൾസ് 2 മാക്സ് എന്ന് പറയുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാച്ചിനെ പറ്റിയാണ്. ഈ വാച്ച് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം കഴിയുന്നു. ഈ വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അവസാനമായിട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോകളായ ഓൾട്ടോക്കേറ്റൻ്റെ വീഡിയോയും നെക്സോൺ ഇവയുടെ വീഡിയോയും കാണാത്തവർ എത്രയും വേഗം അത് കാണണം എന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാച്ചിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വാച്ചിൻ്റെ കവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ വേറെ ഉള്ള ആളുകളുടെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ വാച്ചിൻ്റെ പടമുള്ള ഒരു വൈറ്റ് കവറായിരിക്കും. എനിക്കിത് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ എൻ്റെ വാച്ചിന് ഒരു തകരാറ് വന്നായിരുന്നു. സർവീസ് സെൻറ്ററിൽ പോയി അത് നന്നാക്കുകയും സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ അവരത് മാറി തന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കവർ ലഭിച്ചിരിക്കുന്നത്. ഈ കവറ് ഇതിൻ്റെ അകത്തൊരു കവറും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതിൻ്റെ അകത്തൊരു കവറും കൂടെ ഉണ്ട്. അങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ കവറിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളൂ. വേറെ അധികം കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ നമുക്ക് കവറ് തുറന്ന് വാച്ച് നമുക്ക് നോക്കാം. കവറിൻ്റെ മുകളിൽ നോയ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ തുറന്ന് വരുമ്പോൾ ഇവിടെ നോയ്സിൻ്റെ ചിഹ്നം, പിന്നെ ഇവിടെ റിവൈവ് എന്നൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ വായിക്കുന്നു. കവർ ഞാൻ അധികം ശ്രദ്ധിക്കാറ് പോലും, നേരെ വാച്ച് എടുക്കുന്നു, അതാണ് എൻ്റെ പരിപാടി. ഇപ്പോൾ നമുക്ക് വാച്ച് കാണാം. നല്ല ഒരു വാച്ചാണ്. ഇവിടെ ചെറിയ പൊട്ടലുകളൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വാച്ച് തുറക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഞാനിട്ട വാൾപേപ്പറാണ്. സാധാരണ ബാക്കിയുള്ള എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരുടെ വാച്ചിൻ്റെ മെനുവിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വെക്കുമ്പോഴാണ്, ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് മെനുവിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പല പിള്ളേരും എൻ്റെ വാച്ച് വന്നിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ വാച്ചിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ നോയ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ വാച്ചുകളുടെ പ്രത്യേകത എന്താ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ ഒരു പ്രസ് ചെയ്യുമ്പോഴാണ്, ഈ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അകത്തേക്ക് പോകാൻ സാധിക്കുന്നത്. ഇവിടെ അകത്തേക്ക് പോകാൻ സാധിക്കുമ്പോൾ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്ടിവിറ്റി, ഹെയർട്ട് റേറ്റ്, ഇത് നോയ്സ് ഹെൽത്ത്, നോയ്സ് ഹെൽത്ത് എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ ആദ്യം പോയത്. അവിടെ ആക്ടിവിറ്റി, ഹെയർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, സ്ലീപ്പ്, ബ്രീത്ത്, സ്ട്രെസ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാം. നോയ്സ് ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോണ്ടാക്റ്റുകളുടെ വിളിക്കുന്ന കാര്യമാണ് നോയ്സ് ബസ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലോക്കുണ്ട്. ക്ലോക്കിന് നമുക്ക് അലാറം, ടൈമർ, സ്റ്റോപ്പ് വാച്ച്, വേൾഡ് ക്ലോക്ക് എന്നിവ കാണാൻ സാധിക്കുന്നു. വർക്കൗട്ട് എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് കുറേ റണ്ണിങ് സ്പോർട്ട്, സൈക്ലിംഗ്, ഇൻഡോർ സ്പോർട്ട്, ഇങ്ങനെ ഡാൻസ് സ്പോർട്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പോർട്ട് റെക്കോർഡ്, അത് നമുക്ക് ഫോൺ ഇപ്പോൾ ഡിസ്കണക്റ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് വന്നാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ പാട്ട് വെക്കുമ്പോൾ അതനുസരിച്ച് അത് അനങ്ങും. ഇവിടെ സാധാരണ നമ്മളെല്ലാ വാച്ചിലും കാണുന്ന പോലെ തന്നെ ഒരു വ്യത്യാസമുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ വെതറുണ്ട്, വെതർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫ്ലാഷ് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ടോർച്ച് ലൈറ്റ് എന്ന് ഇതിനെ പറയാം. എന്തായാലും അതും നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. കാൽക്കുലേറ്റർ ഉണ്ട്. ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഇത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാൽക്കുലേറ്റർ ഉണ്ട്. ടീച്ചർമാരൊക്കെ കണ്ടാൽ അത് പ്രശ്നമാണ്. നമ്മൾ സാധാരണ ഞാൻ പരീക്ഷകളിൽ ഇത് കൊണ്ടുപോകാറില്ല. പിന്നെ നമുക്കുള്ളത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിനകത്ത് ബ്രൈറ്റ്നസ് നമുക്ക് നോക്കാം. പിന്നെ ബ്രൈറ്റ്നസ് ഞാൻ ഏറ്റവും കുറച്ചാണ് ഇട്ടേക്കുന്നത്. റിംഗ് ടോൺ വൈബ്രേഷൻ, വേസ്റ്റ് അവേക്ക്, റിംഗ് ടോൺ വൈബ്രേഷൻ ഉണ്ട്, അതൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ബ്രൈറ്റ് സ്ക്രീൻ ടൈമിൻ്റെ സംഭവം, DND എന്ന് പറയുന്ന സംഭവം നമ്മളെന്തോ ഇത് ഓണാക്കിയിട്ടും കണ്ട് കിടന്ന് ഉറങ്ങുമ്പോൾ മെസ്സേജ് വരികയില്ല, അങ്ങനെ ഒരു സംഭവമാണ്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല. സാധാരണ സ്കൂളുകളിൽ കൊണ്ടുപോകുന്ന ഒരു വിദ്യാർത്ഥിക്ക്, സാധാരണ വാച്ചുകൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് DND പോലുള്ള സംഭവങ്ങളൊന്നും ആവശ്യം വരുമെന്ന് എൻ്റെ ഇതുവരെ ആയിട്ടുള്ള അനുഭവത്തിൽ എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ DND ഓണാക്കിയിട്ട് പോലുമില്ല. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എബൌട്ട് കോൾസ് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഡിവൈസിൻ്റെ ഇൻഫോ കാണാൻ, നോയ്സ് കളർ ഫിറ്റ് പൾസ് 2 മാക്സ്, ബ്ലൂടൂത്ത് നെയിമും അത് തന്നെയാണ്. വെർഷൻ V1 3.3 എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ
എബൌട്ട് കോൾസ്, ഡിവൈസ് ഇൻഫോ, QR കോഡ്, റീബുട്ട്, പവർ ഓഫ് റീസെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് സെറ്റിങ്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ വാച്ചിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വാച്ചിൻ്റെ സ്ട്രാപ്പൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഡാർക്ക് ബ്ലാക്ക് കളറുള്ള സ്ട്രാപ്പാണ് ഈ വാച്ചിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ അറിയാം നല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്കാണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പറയാം,